ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ RSS പ്രവർത്തകരുടെ ആക്രമണത്തിനിരയായ സംവിധായകൻ പ്രിയനന്ദന് പിന്തുണയുമായി എഴുത്തുകാരി ശാരദക്കുട്ടി. ഒരു തെറ്റ് പറഞ്ഞുപോയി തിരുത്തി വാക്കിൽ പിണഞ്ഞ ഒരബദ്ധത്തിന് തെരുവിൽ അബദ്ധപ്രഭുക്കളുടെ ശിക്ഷയേറ്റ് വാങ്ങിക്കൂടാ എന്ന് ശാരദക്കുട്ടി പ്രതികരിച്ചു. ഇക്കണക്കിന് കേരളത്തിലെ പെണ്ണുങ്ങൾ 2-3 മാസമായി കേട്ടുകൊണ്ടിരിക്കുന്ന തെറികൾക്ക് ഇവിടെ ചാണകപായസം തന്നെ വിളമ്പേണ്ടി വരുമായിരുന്നുവെന്നും ശാരദക്കുട്ടി പ്രതികരിച്ചു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ശാരദക്കുട്ടിയുടെ പ്രതികരണം. ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇക്കണക്കിന് കേരളത്തിലെ പെണ്ണുങ്ങൾ 2-3 മാസമായി കേട്ടുകൊണ്ടിരിക്കുന്ന തെറികൾക്ക് ഇവിടെ ചാണകപായസം തന്നെ വിളമ്പേണ്ടി വരുമായിരുന്നു. എമ്മാതിരി തെറികളായിരുന്നു അതൊക്കെ. അതുകൊണ്ട് പ്രിയനന്ദനൻ പറഞ്ഞ ഒരു തെറി ഞങ്ങൾ കേട്ട ആയിരക്കണക്കിന് പച്ചത്തെറികളുടെ പേരിൽ റദ്ദായി പോകും. ധാരാളം തെറി കേട്ടിട്ടും ചാണകം കൈകൊണ്ടു തൊടാത്ത ഇവൾ അദ്ദേഹത്തെ ആക്രമിച്ചതിനെതിരെ പ്രതിഷേധിക്കുന്നു. ഇന്ത്യയിലെ തന്നെ മികച്ച സംവിധായകരിൽ ഒരാളാണ് പ്രിയനന്ദനൻ. ഒരു ചെറിയ ഉഴപ്പോ അലസതയോ പോലും തന്റെ കലാസൃഷ്ടിയുടെ നേർക്ക് കാണിച്ചിട്ടില്ലാത്തയാൾ. അബദ്ധങ്ങൾ കലയിൽ പൊറപ്പിക്കാത്ത പുലിജന്മം. ഒരു തെറ്റ് പറഞ്ഞുപോയി തിരുത്തി വാക്കിൽ പിണഞ്ഞ ഒരബദ്ധത്തിന് തെരുവിൽ അബദ്ധപ്രഭുക്കളുടെ ശിക്ഷയേറ്റ് വാങ്ങിക്കൂടാ. തെറി പറയുന്നവരെല്ലാം പരസ്പരം ക്ഷമിക്കാൻ പഠിക്കണം ആദ്യം എന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇന്നലെ രാവിലെയാണ് പ്രിയനന്ദന് നേരെ ആക്രമണമുണ്ടായത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് സംവിധായകൻ പ്രിയനന്ദന് നേരെ RSS ആക്രമണമുണ്ടായത്. RSSകാർ മർദ്ദിച്ചെന്നും വീട്ടിൽ ചാണകവെള്ളം ഒഴിച്ചെന്നും പ്രിയനന്ദൻ വ്യക്തമാക്കിയിരുന്നു. അയ്യപ്പനെതിരെ പറയാൻ നീ ആരാടാ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സംഘപരിവാർ സംഘടനകൾ നേരത്തെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സൈബർ ആക്രമണം നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരുന്നു. ഞാൻ വീട്ടിൽ തന്നെയുണ്ട്, കൊല്ലാനാണെങ്കിലും വരാം, ഒളിച്ചിരിക്കില്ല എന്ന് പിന്നീടുള്ള പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിരുന്നു. ദൈവത്തെ തെറി പറഞ്ഞിട്ടില്ല, ഭാഷ മോശമായതുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. പ്രിയനന്ദനെതിരായ ആക്രമണത്തിൽ പ്രതികരണവുമായി നടൻ ഇർഷാദ് അലി രംഗത്തു വന്നിരുന്നു. ദേഹത്തു തൊട്ടുള്ള കളി വേണ്ട, അതാരായാലുമെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. പ്രിയനന്ദനൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്താണ് ഇർഷാദ് അലിയുടെ പ്രതികരണം. പ്രിയനന്ദനെതിരായ ആക്രമണം സംഘപരിവാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് നടൻ ഇർഷാദ് അലി പ്രതികരിച്ചിരുന്നു. പല കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരമൊരു വിവരം ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംഘപരിവാറിൽ നിന്നും ഒരാക്രമണം ഏതു സമയത്തും പ്രതീക്ഷിച്ചതാണ്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ പ്രതിഷേധമുയർന്ന സമയം മുതൽ അതിനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ നടത്തിയിരുന്നു. മറ്റെന്തെങ്കിലും തരത്തിൽ പ്രിയനന്ദനെ അവഹേളിക്കാൻ കഴിയുമോ എന്ന് പ്രിയനന്ദന്റെ സുഹൃത്തുക്കളെ വിളിച്ച് ചിലർ അന്വേഷിച്ചതായും അറിയാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരും അറിയാത്ത ആള് പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണ് എന്നൊക്കെയാണ് BJP നേതാക്കൾ ആരോപിക്കുന്നത്. ദേശീയ അവാർഡ് നേടിയ ഒരു സംവിധായകനെയാണ് ഗോപാലകൃഷ്ണൻ ആരും അറിയാത്ത ആളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നും ഇർഷാദ് പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.